വെൽക്കം ടു ലിച്ചസ് ന്യൂ ബിഗിൻ വേർ. ഇന്ന് ഞങ്ങൾ ഓക്ലൻഡിലെ ബൊട്ടാനിക്കൽ ഗാർഡനിൽ ചെറി ബ്ലോസം കാണാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ കണ്ടോ ഇവിടെ ചെറി ബ്ലോസം? നിറച്ച് പിങ്ക് കളറിലുള്ള പൂക്കളാണ്. ഇവിടെ സ്പ്രിംഗ് ആകുമ്പോൾ, അതായത് നമ്മുടെ വസന്തകാലം ആകുമ്പോൾ ചെറിയ പൂക്കൾ ഫുള്ളായിട്ട് പിങ്ക് കളറിൽ നല്ലതുപോലെ ഇങ്ങനെ പടന്ന് കിടക്കും. നല്ല രസം. ഇതിന്റെ തണലത്ത് വന്ന് കുറച്ചു നേരം റിലാക്സ് ആയി വല്ല ബുക്കൊക്കെ വായിക്കാനോ കടന്നുറങ്ങാനൊക്കെ സുഖമായിരിക്കും. അധികം ആൾക്കാരും ഒത്തിരി പേര് കാണാനും വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അധികം എനിക്ക് തോന്നുന്നു ആൾക്കാരില്ല. എന്നാലും ആ സൈഡിലൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്. ചെറി ബ്ലോസത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ചെറി ബ്ലോസം മെയിൻലി ഇവിടുത്തെ അവനൂയി ട്രീസ് എന്ന് പറഞ്ഞ ഒരു ട്രീസിൽ ഉണ്ടാകുന്ന പിങ്ക് കളറിലുള്ള പൂവാണ്. പിന്നെ പറയപ്പെടുന്നുണ്ട് ജപ്പാനിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ട് ചെയ്ത പ്ലാന്റ്സ് ഉണ്ട്. അത് പല കളറിലുള്ള പ്ലാന്റ്സ്, ലൈക്ക് വൈറ്റ് കളറിലും പിങ്ക് കളറിലും റെഡ് കളിലും ഉള്ള ഇങ്ങനെ പൂക്കളുടെ ഒരു വസന്തം തന്നെ വിരിയിക്കുന്ന കുറെ മരങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിപ്പം ബൊട്ടാനിക്കൽ ഗാർഡൻ ആയതുകൊണ്ട് തന്നെ പല ടൈപ്പിലുള്ള ഒത്തിരി പൂക്കളുള്ള ചെടികളും പല ടൈപ്പിലുള്ള മരങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ വലിയൊരു ഏരിയയിൽ നിറഞ്ഞു കിടക്കുകയാണ്. പ്രധാനമായിട്ട് സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ആദ്യമൊക്കെ ആയിട്ടാണ് ഈ വസന്തകാലത്തിൽ ഈ ചെറിപ്പൂക്കൾ വിടർന്നു വരുന്നത്. അപ്പൊ ഈ പിങ്ക് കളറിലെ പൂക്കൾ കാണാൻ പലയിടത്തുനിന്നും ആളുകൾ എത്താറുണ്ട്. ഇവിടെ ഓക്ലൻഡിൽ മാത്രമല്ല, ന്യൂസിലൻഡിലെ പല സ്ഥലങ്ങളിൽ, ക്രൈസ്റ്റ് ചർച്ച്, ഹാമിൽട്ടൺ, വെല്ലിംഗ്ടൺ, അങ്ങനെ പല സ്ഥലങ്ങളിൽ ചെറി ബ്ലോസംസ് ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഞങ്ങൾ കോൺവോൾ പാർക്കിൽ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് അവിടുത്തെ ചെറി ബ്ലോസം കാണാൻ പോയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു, പക്ഷെ ഇച്ചിരി ലേറ്റ് ആയി പോയി. അന്ന് പാപ്പനും അമ്മച്ചൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷെ അവര് കോൺവോൾ പാർക്കിൽ ചെറി ബ്ലോസം ഒക്കെ കണ്ടായിരുന്നു. ഇത് ഈ ട്രീ ആണ്, ഇതാണ് ശരിക്കും ചെറി ബ്ലോസം. നമ്മൾ ആ സെയിം കണ്ട ട്രീ ആണ്. ഇതിന്റെ ശരിക്കും പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൂണസ് സുബർട്ടെല പെഗ്ഗി വിൽസൺ, അതാണ് അതിന്റെ പേര് കേട്ടോ. കാരണം ഓരോ മരത്തിന്റെ അടിയിൽ ഇങ്ങനെ പേരെഴുതി വെച്ചിട്ടുണ്ട്, ഏതൊക്കെ മരമാന്നൊക്കെ. പ്രത്യേകിച്ച് മണമൊന്നുമില്ല. കാണാൻ നല്ല രസമുണ്ട്. നല്ല പിങ്ക് കളർ ആയതുകൊണ്ട് നല്ല കുളിർമയേകുന്ന കാഴ്ച. കായെല്ലാം പൊട്ടി പൂവായി. ഇതിൽ നിറച്ച് കായായിരുന്നു, അതെല്ലാം മാറി. ഇത് ഇപ്പൊ ഫുള്ള് പൂവായിട്ടുണ്ട്. ചില പൂവൊക്കെല്ലാം കൊഴിഞ്ഞു പോയി. ഒരാഴ്ച കൂടെ ലേറ്റ് ആയി കഴിഞ്ഞാൽ മിക്കവാറും ഇതെല്ലാം കൊഴിഞ്ഞു പോവാൻ. ചെറി ബ്ലോസം മാത്രമല്ല കേട്ടോ, വേറെ പല ഒത്തിരി ടൈപ്പിലെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു സെക്ഷനിൽ തന്നെ റോസിന്റെ തന്നെ സെക്ഷൻ ഉണ്ട്. അവിടെ നല്ല രസമാണ് കാണാൻ. ഫുള്ള് പല ടൈപ്പിലെ റോസൊക്കെ വന്ന് കിടക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം. ഇത് ഇത്തവണത്തെ ഞങ്ങളുടെ വിസിറ്റ് ഇതിനു വേണ്ടി, ചെറി ബ്ലോസത്തിന് വേണ്ടി മാത്രമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ ഇവിടുത്തെ ഉണങ്ങിപ്പോയായിരുന്നു. പിന്നെ ഒരു നല്ല ഏരിയ ഉണ്ട് വോക്ക് ചെയ്യാൻ വേണ്ടിട്ട്. എന്താ പറയുന്ന, ഒത്തിരി ബുഷൊക്കെ ഉള്ള വേറൊരു ഏരിയ, പൂക്കളൊക്കെ ഉള്ള വേറെ ഏരിയ ഉണ്ട്. അതുകൾക്ക് തന്നെ ഒരു വലിയ കുളവും അതിൽ താറാവും മീനും ഒക്കെ ഉള്ള സാധനങ്ങളുണ്ട്. അത് പ്ലം. ആ ശരിയാണല്ലോ, പ്ലം ഉണ്ടോ? അതെ, പൂവൊക്കെ ഇട്ടിരിക്കുന്നല്ലേ. ഈ മരമുണ്ടോ? ഈ മരമാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന സാധനം കേട്ടോ. പ്ലം മരമാണ്. പ്ലം സയന്റിഫിക് നെയിം എന്താ? പ്രൂണസ് ഡൊമസ്റ്റിക്ക. ഇത് ഈ സെയിം പ്ലം ഹവേറ. പ്ലം പല ടൈപ്പിലുണ്ട്, പക്ഷെ ഏറ്റവും സ്വീറ്റ് പ്ലം അത് ഹവേറ. ഞാനിപ്പോ ഓർക്കുന്നുണ്ട് ആ ഗാർഡനിലെ ആൾക്കാർ പറഞ്ഞു. ശരി, നമ്മുടെ ആ സെയിം ഓറഞ്ചിന്റെ പൂക്കൾ. ഇത് ഫുൾ ഓർക്കാഡാണ് ഇതിനകത്ത്. അതായത് ഫ്രൂട്ട് ട്രീസ് ഉണ്ടാകുന്ന ഇതുണ്ട്. ഫിജോ അല്ലേ അത്? ഇതുപോലത്തെ ഒരെണ്ണം നമുക്ക് വീട്ടിൽ വാങ്ങിച്ചു വെക്കണം. അത് വെച്ച് നല്ല അടിപൊളി ജാം ഉണ്ടാക്കാൻ പറ്റും. ഒരു മുരിങ്ങയുടെ ഒരു പ്ലാന്റ് കൂടെ നടാനുണ്ട്. ഇത്തവണത്തെ സമ്മറിന് എന്റെ ഒരു മെയിൻ പ്ലാന്റ് നടിയിൽ അതായിരിക്കും, ഒരു മുരിങ്ങ. ഏതായാലും വീട്ടിൽ വേണം. ഇത് പീച്ച് അല്ലേ? ഇതിന്റെ ഓരോ സയന്റിഫിക് നെയിംസ് കണ്ട. പ്രൂണസ് പെർസിക്ക ജാക്സൺ പീച്ച്.
സപ്പോർട്ടാ അത് ഞാൻ കേട്ടു. നാട്ടിലുണ്ടെന്ന് തോന്നുന്നു, നാട്ടിൽ കിട്ടും തോന്നുന്നല്ലേ. ഫിഗാടാ ഫിഗ്. ദിവ അത് തൊടല്ലേ ദിവ, ഡോണ്ട് ടച്ച് ഇറ്റ്. ഫിഗ്, ഫിക്കസ് കറിക്ക. അതേത് പേരാണ് അതിന്റെ? ഏതാണ്? ആ അതല്ല, നമ്മുടെ വീട്ടിലെ പാക്കാം പേയാസ്. നമ്മുടെ വീട്ടിലെ PACKHAM പാക്കാം പേയസ്. പീച്ച് കാണിച്ചേ. ശരി, നൈസ് പ്ലം ആണോ? പിയർ ഇതാണ് പൈറസ് കമ്മ്യൂണിസ്റ്റ്. ആ മെക്കഡാമിയ. എന്തോ ഒരു പേര് പറയുന്നത്, അതൊരു നട്ട് പോലെ സാധനം. ആ അതുപോലത്തെ വരും മെക്കഡാമിയ. മൂസ ബനാന, MUSA. മൂസ നമ്മുടെ പിസാങ്കവ. എന്ത് വാഴയൊക്കെ വെട്ടിയിടണം, എനിക്കൊന്ന് കൊലയൊക്കെ വെട്ടിയിടണം തോന്നിട്ട്. അതേ വാഴയൊക്കെ പകുതി വെട്ടിയിട്ടേക്കുന്ന. എന്താണ് വായിച്ചു നോക്കുന്നത്? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? Did you know bananas are one of the most wasted food items? Wasted food rots in landfills. It produces the greenhouse gas methane, which contributes to climate change. അപ്പോൾ അവര് പറയുന്നത് some great tips to stop you throwing out brown bananas. You can even eat the skin. അയ്യോ, നമ്മളെങ്ങനെ കഴിക്കാനാ? നമുക്ക് ഫെർട്ടിലൈസർ ആയിട്ട്. ഭൂമിയിൽ നിന്ന് വന്നത് തിരിച്ച് ഭൂമിയിലേക്ക്. കവറ് മാത്രമേ ഉള്ളൂ. ആ വെട്ടിയെടുത്തണം തോന്നുന്നത്. ആ വെട്ടിയെടുക്കുന്നതേ വെട്ടിയെടുത്തേക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു ഇത് കണ്ടോ? ദിവ ഇപ്പുറത്ത് നിന്നേ. ആ ഓക്കെ, ആ നിന്നേ. ഇവിടെ നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ, പല കളറിലെ. ഓറഞ്ച്, പർപ്പിള്, വൈറ്റ്, യെല്ലോ. ഒന്നും പറയണ്ട, നല്ല രസമുണ്ടല്ലോ കാണാൻ. നല്ല വൈബ്രന്റ് കളേഴ്സ്. ഇതുണ്ടോ ഈ ബ്ലൂ ഒക്കെ? എനിക്ക് ആ ഓറഞ്ച് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല ഭംഗി. നോക്കിയ ദിവ വാ നടന്നേ. നാനിയുടെ കൂടെ വന്നേ. ഹലോ പറഞ്ഞേ. ഹലോ ഹലോ. അപ്പം ഞങ്ങളുടെ ഓക്ലൻഡ് ബൊട്ടാനിക്കൽ ഗാർഡൻ വിസിറ്റും പിന്നെ ചെറി ബ്ലോസം കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരാം. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.